ongoing thing. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. ഇത് ഡയറ്റ് കാസർഗോഡ് നിർമ്മിച്ച മൂന്നാമത്തെ സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പ്രൊജക്ട് ടൈഗർ എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് ഇവിടെ തന്നിരിക്കുന്നത്. മിസ്റ്റർ തോററ്റ്സ് men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. The other end was tied firmly to the visible portion of the iron rod. The door of one of the cages was unfastened and Mr. Thorett called out to the tiger. It responded almost at once and sprang out of its cage to land on the open space outside. What followed was totally unexpected. One look at Mr. Thorett's startled and helpless face told us that he was as taken aback as the rest of us. Instead of walking sedately in a dignified manner, the tiger started prancing around with tremendous enthusiasm. It leapt, it jumped, and it rolled about, dragging its poor trainer, who was desperately clutching the wire to the tiger's collar in a futile attempt to bring it under control. We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. The camera was still standing on its 3 legs, staring into the wood, but the tiger was showing no sign of making its way there. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഹൂ വാസ് മിസ്റ്റർ തോററ്റ്? മിസ്റ്റർ തോററ്റ് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് മിസ്റ്റർ തോററ്റ് വാസ് ദ റിംഗ് മാസ്റ്റർ ഓഫ് ദി ഭാരത് സർക്കസ് എന്ന് എഴുതാം. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദി ടൈഗർ റെസ്പോണ്ട് വെൻ ദ ഡോർ ഓഫ് ദ കേജ് വാസ് അൺഫാസൻഡ്? The tiger responded all at once and sprang out of its cage to land on the open space. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇതിൽ പാരഗ്രാഫിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദ ടൈഗേഴ്സ് അൺഎക്സ്പെക്റ്റഡ് ബിഹേവിയർ? ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം ടൈഗറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ കാരണം എന്താണ്? ദ ടൈഗർ വാസ് ലെഫ്റ്റ് ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടാണ് അതിനെ പുറത്തേക്ക് വിടുന്നത്, അതുകൊണ്ടാണ്. നാലാമത്തെ ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് ഫ്രം ദ പാസേജ് വിച്ച് റിവീൽസ് സത്യജിത് റായ്സ് സെൻസ് ഓഫ് ഹ്യൂമർ. സത്യജിത് റായിയുടെ ഹ്യൂമർ സെൻസ് വെളിവാക്കുന്ന സെൻറ്റൻസ് ഇതിൽ ഏതാണ്? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഒരു ഫ്രീ സർക്കസ് ഷോ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്കത് അതുപോലെ തന്നെ എടുത്ത് എഴുതാം. വി സ്റ്റുഡ് അറൗണ്ട് ഫുളിഷ്ലി വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് വിച്ച് വി വെർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. അഞ്ചാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് 2 words or phrases from the passage which means shocked. ഇപ്പോൾ ഷോക്ഡ് എന്ന അർത്ഥമുള്ള 2 വാക്കുകൾ എടുത്തെഴുതാനാണ്. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ ആ ഒരു അർത്ഥം വരുന്ന 2 വാക്കുകൾ നമ്മളിതിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതണം. ഒന്ന് സ്റ്റാർട്ടിൽഡ് എന്നുള്ള വാക്കാണ്. രണ്ടാമത്തത് ടേക്കൺ അബാക്ക് എന്നുള്ള ആ ഒരു ഫ്രേസാണ്. ഇനി 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ ഒരു പോയം തന്നിട്ട് അതിൻ്റെ വരികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ദ ബാലഡ് ഓഫ് ഫാദർ ഗിലിഗൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഹൗ ഡിഡ് ഫാദർ ഗിലിഗൻ റൈഡ് ത്രൂ ദ റോക്കി ലെയിൻ ആൻഡ് ഫെൻ? പിക്ക് ഔട്ട് ലൈൻസ് വിച്ച് സ്റ്റേറ്റ് ഷോ. അപ്പോൾ എങ്ങനെയാണ് ഫാദർ ഗിലിഗൻ തൻ്റെ കുതിരയെ ഓടിച്ചു പോയത്? അത് സപ്പോർട്ട് ചെയ്യുന്ന ലൈൻസും എഴുതണം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഫാദർ ഗിലിഗൻ റോഡ് കെയർലെസ്ലി അല്ലെങ്കിൽ റെക്ലെസ്ലി ത്രൂ ദ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. അതിൻ്റെ വരികൾ എന്ന് പറയുന്നത് ഹി റോഡ് ആസ് ഹി നെവർ റോഡ് ബൈ റോക്കി ലെയിൻ ആൻഡ് ഫെൻ. അപ്പോൾ ആ വരികളും കൂടി എടുത്തെഴുതുക. 7ാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ സിക്ക് മാൻസ് വൈഫ് ആസ്ക് ഫാദർ യു കം എഗെയിൻ? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചോദിച്ചത്? According to the sick man's wife, the priest had already conducted the last communion earlier, so she was surprised to see the father again. അതുകൊണ്ടാണ് അവർ വീണ്ടും ഫാദറിനെ കണ്ടപ്പോൾ വളരെ സർപ്രൈസ്ഡ് ആയത്. 8ാമത്തെ ചോദ്യം, and is the poor man dead? What does the word poor mean? അപ്പോൾ ഇവിടെ പുവർ മാൻ എന്ന് പറയുന്നുണ്ട്. അതിൽ പുവർ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹിയർ ദ വേർഡ് പുവർ മീൻസ് സിക്ക് ഓർ ഡൈയിങ്, അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന അസുഖമുള്ള എന്ന അർത്ഥത്തിലാണ് ഇവിടെ പുവർ ഉപയോഗിച്ചത്. സാമ്പത്തികമായി പണമില്ലാത്ത വ്യക്തി എന്നുള്ള രീതിയിലല്ല. 9ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ഗിവൺ ലൈൻസ്. ഇവിടെയുള്ള സിമിലി എഴുതുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്.
എന്നുള്ളതാണ് ഇവിടെ സിമിലിക്ക് ഉദാഹരണം. അവിടെ ആസ് മെറി കഴിഞ്ഞ് വരുന്ന ആസ് എന്നുള്ള വാക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമിലി. ഇനി അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം ഒരു അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. പോയം ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. 11ാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ ഒരു നോട്ട് ഓഫ് അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. പോയം ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇനി 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങൾ അൺഫെമിലിയർ പാസേജാണ്. അതായത് നമ്മൾ വായിച്ചിട്ടില്ലാത്ത ഒരു പാസേജാണ്. ആ പാസേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. പാസേജ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സക്സസ് ഇൻ ലൈഫ് ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ ഗുഡ് ഹെൽത്ത്. കീപ് യുവർ ബോഡി ഫിറ്റ് ആൻഡ് സ്ട്രോങ് ബൈ ബീയിങ് ക്ലീൻ, ഇൻഹേലിംഗ് ഫ്രഷ് എയർ ആൻഡ് ഫോളോയിങ് റെഗുലർ ഹാബിറ്റ്സ് ആൻഡ് suitable entertainment. Avoid anything that will weaken your strength. Smoking harms the body and clouds the brain. Beware of drinks. It is a deadly enemy of health and efficiency. Above all, remember that your character is a precious possession. Be truthful in all things, courteous and considerate to everybody. Fair to your opponents, kind and helpful to all who are weak and suffering. And do not be afraid to have the courage to stand up for what is good, pure and noble. ഇനി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റീസൺ ഫോർ സക്സസ് ഇൻ ലൈഫ് അക്കോർഡിംഗ് ടു ദി ഗിവൺ പാസേജ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരമായിട്ട് സക്സസ് ഇൻ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ഗുഡ് ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്. അപ്പോൾ ഗുഡ് ഹെൽത്ത് ആണ് അതിൻ്റെ ആൻസർ. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കീ ടു അറ്റൈൻ ഗുഡ് ഹെൽത്ത്? നല്ല ആരോഗ്യമുണ്ടാവാൻ എന്ത് ചെയ്യണം എന്നാണ്. കീപ്പിംഗ് അവർ ബോഡി ഫിറ്റ് ആൻഡ് സ്ട്രോങ് ബൈ ബീയിങ് ക്ലീൻ, ഇൻഹേലിംഗ് ഫ്രഷ് എയർ, ഫോളോയിങ് റെഗുലർ ഹാബിറ്റ്സ് ആൻഡ് സ്യൂട്ടബിൾ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് ആ പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. 14ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് അവോയ്ഡ്? നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വി ഷുഡ് അവോയ്ഡ് എനിത്തിങ് ദാറ്റ് വിൽ വീക്കൻ അവർ സ്ട്രെങ്ത് ലൈക്ക് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്ക്സ്. പുകവലി, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. 15ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് മേക്ക് ഗുഡ് ക്യാരക്ടർ ആൻഡ് ദ വൺ സപ്പോസ് ടു ബി നർച്ചേർഡ്? അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് ബി ട്രൂത്ത്ഫുൾ ഇൻ ഓൾ തിങ്സ്, എല്ലാ കാര്യത്തിലും സത്യസന്ധമായിരിക്കുക. കോർട്ടിയസ് ആൻഡ് കൺസിഡറേറ്റ് ടു എവ്രിബഡി. ഫെയർ ടു ദി ഒപ്പണൻസ്, ശത്രുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ടു ഓൾ ഹു ആർ വീക്ക് ആൻഡ് സഫറിങ്, എല്ലാവരോടും കരുണയോടെ പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി അടുത്ത ചോദ്യം, 16ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഷോവിങ് കൺസേൺ ഫോർ ദ റൈറ്റ്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവരെ പരിഗണിക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്ക് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ വാക്ക് ഇവിടെ കൺസിഡറേറ്റ്, CONSIDERATE എന്ന വാക്കാണ്. 17ാമത്തെ ചോദ്യം, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ പാസേജ്. ഇതിനൊരു നല്ലൊരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്ത് എന്നോ അല്ലെങ്കിൽ കീ ടു സക്സസ് എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കാവുന്നതാണ്. 18 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങൾ എസ്സേ ചോദ്യങ്ങളാണ്. 120 വേർഡ്സിൽ എഴുതാനുള്ള 7 മാർക്ക് വീതമുള്ള ചോദ്യമാണ്. ഇഫ് ഐ മേഡ് എ സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. The doctor in the story, the snake and the mirror, usually presents things in a humorous manner. Analyze the humorous elements in the story and prepare a write-up describing how humor adds to the beauty of the story. അപ്പോൾ ഈ ഒരു കഥയിൽ എങ്ങനെയാണ് തമാശ അല്ലെങ്കിൽ ഹ്യൂമർ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള ഹ്യൂമറാണ് ഇതിലുള്ളത് എന്നതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് എഴുതാനുള്ള ചോദ്യമാണ്. ഹിൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ചോദ്യം, ദ മൈന ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ നറേറ്റഡ് ദ എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് ദ ഇന്ത്യൻസ് ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് മംഗൂസ് ആൻഡ് ദ ഡെത്ത് ഓഫ് ഹിസ് ഫ്രണ്ട് ദ ക്രോ. റൈറ്റ് ദ ലൈക്ലി നറേറ്റീവ്. അപ്പോൾ ഇവിടെ ഒരു നറേറ്റീവ് എഴുതാനാണ്. ഇത് മൈനയുടെ ഒരു നറേറ്റീവാണ് ഇവിടെ വേണ്ടത്. എങ്ങനെയാണ് ഈ ഒരു ഫൈറ്റ് കണ്ടത്, തൻ്റെ സുഹൃത്ത് എങ്ങനെയാണ് മരണപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അതിനും ആവശ്യമായ ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 20ാമത്തെ ചോദ്യം, നോ ആനിമൽ ഈസ് ഹാംഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദിസ് ഫിലിം. യു മൈറ്റ് ഹാവ് നോട്ടീസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഫിലിംസ്. ഡു യു തിങ്ക് ദാറ്റ് ആനിമൽസ് ആർ ഹാംഡ് വൈൽ ഷൂട്ടിംഗ്? പ്രിപ്പയർ എ സ്പീച്ച് ഇൻ റെസ്പോൺസ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ സിനിമയുടെ ചിത്രീകരണ വേളയിൽ ഒരു മൃഗത്തെയും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എല്ലാ സിനിമയുടെയും ആദ്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ആനിമൽസിനെ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കാനുള്ളൊരു ചോദ്യമാണ്. ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 21ാമത്തെ ചോദ്യം, ഈസ് ദ ടൈറ്റിൽ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് അപ്രോപ്രിയേറ്റ് ടു ദ അനക്ഡോട്ട്? വൈ ഡു യു തിങ്ക് സോ? പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി ഇൻ ദ ലൈറ്റ് ഓഫ് ദി അബോവ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ടൈറ്റിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സ്റ്റോറിയുടെ ഒരു റിവ്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്.
ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. I could hardly believe my eyes. I spoke in a trembling rush. Oh, thank you, sir. Suddenly I felt great. These words of happiness show how much the scholarship jacket meant to Martha. ഇത് മാർത്ത പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ഇത് കാണിക്കുന്നത് എന്തുമാത്രം അവൾ അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കഥ നറേറ്റ് ചെയ്യാനാണ്. ഇൻ യുവർ ഓൺ വേർഡ്സ് ആണ്, നിങ്ങളുടേതായ വാക്കുകളിൽ ഇതിൻ്റെ കഥ എന്താണ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രാധാന്യമുള്ളതാണ് എന്നുള്ള ഒരു നറേഷനാണ് ഇവിടെ എഴുതേണ്ടത്. അത് എഴുതാൻ ആവശ്യമായ ഹിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി 23 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങൾ 80 വാക്കിൽ എഴുതാനുള്ള 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇമാജിൻ ദ ന്യൂസ് അബൌട്ട് റോബറി ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹോമിയോപ്പത്സ് ഹൗസ് ഗെറ്റ്സ് റിപ്പോർട്ടഡ് ഇൻ എ ലോക്കൽ ഡെയിലി. റൈറ്റ് ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ ഇവിടെ ഹോമിയോപ്പത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറി ആ ഒരു സംഭവം ഒരു ന്യൂസ് പേപ്പറിൽ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ച് ന്യൂസ് റിപ്പോർട്ട് എഴുതാനുള്ള ചോദ്യമാണ്. 24ാമത്തെ ചോദ്യം. The management decided to change the policy regarding scholarship jacket. The teachers feel unhappy about this change and the principal writes a letter to the management expressing his resentment. Write the likely letter. പ്രിൻസിപ്പൽ ഒരു ലെറ്റർ മാനേജ്മെൻറ്റിന് എഴുതുന്നതാണ്. ഇതൊരു ഒഫീഷ്യൽ ലെറ്ററാണ് അല്ലെങ്കിൽ ഫോർമൽ ലെറ്ററാണ്. അപ്പോൾ ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ഈ ചോദ്യം എഴുതുക. 25ാമത്തെ ചോദ്യം. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിലെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനുള്ള ചോദ്യമാണ് 25ാമത്തത്. 26ാമത്തെ ചോദ്യം. ഇമാജിൻ അലിയാക്കിൻ ഈസ് ഇൻ പോലീസ് കസ്റ്റഡി ആൻഡ് ഈസ് എൻക്വയർഡ് ബൈ ദ പോലീസ് ഫോർ എംപ്ലോയിങ് വാങ്ക ആസ് എ ചൈൽഡ് ലേബറർ. ഫ്രെയിം എ സെറ്റ് ഓഫ് 6 ക്വസ്റ്റ്യൻസ് ഹി വുഡ് യൂസ് ടു എൻക്വയർ. അപ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ ചോദിക്കുന്ന 6 ചോദ്യങ്ങളാണ്, അലിയാക്കിനെ ചോദ്യം ചെയ്യുന്ന 6 ചോദ്യങ്ങളാണ് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. 27ാമത്തത് ഒരു പ്രൊഫൈൽ എഴുതാനുള്ള ചോദ്യമാണ്. AJ ക്രോണിൻ്റെ പ്രൊഫൈൽ എഴുതുക. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രൊഫൈൽ എഴുതുക. 28 മുതൽ 36 വരെ 60 വാക്കിൽ എഴുതാനുള്ള 5 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. 28ാമത്തത്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഡിസൈഡ്സ് ടു കണ്ടക്ട് എ സെമിനാർ ഓൺ ദ ടോപ്പിക് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. Prepare a notice to be circulated among the students for the same with the details of the program. അപ്പോൾ ഇതൊരു നോട്ടീസ് ഉണ്ടാക്കാനുള്ള ചോദ്യമാണ്. ഇംഗ്ലീഷ് ക്ലബ്ബാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇതൊരു സെമിനാർ പ്രോഗ്രാമാണ്. അതിൻ്റെ ടോപ്പിക്ക് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്നുള്ളതാണ്. ഇത് നടത്തുന്നത് വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ ആ ദിവസം ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോട്ടീസ് തയ്യാറാക്കുക. 29ാമത്തെ ചോദ്യം. ദ ഷൂട്ടിംഗ് അറ്റ് നോർട്ടൺ ഗ്രാം വാസ് ആൻ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റ് യെറ്റ് എ മെമ്മറബിൾ എക്സ്പീരിയൻസ് ഫോർ സത്യജിത് റായ്. ഇമാജിൻ ഹി ഡിസൈഡ്സ് ടു റീകളക്ട് ഹിസ് ഫീലിംഗ്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി എൻട്രി. റൈറ്റ് ദ ലൈക്ലി ഡയറി. ഇതൊരു ഡയറി എഴുതാനുള്ള ചോദ്യമാണ്. 1ാമത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനായ നോർട്ടൺ ഗ്രാമിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. 30ാമത്തെ ചോദ്യം. സപ്പോസ് ദ ഹോമിയോപ്പത്ത് ഷെയർസ് ദ ടെറിബിൾ എക്സ്പീരിയൻസ് ഹി ഹാഡ് ഓൺ ദാറ്റ് ഹോട്ട് സമ്മർ നൈറ്റ് വിത്ത് വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ് ത്രൂ എ ലെറ്റർ. ഇവിടെ ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്. ഹോമിയോപ്പത്ത് തൻ്റെ ഫ്രണ്ടിന് ആ ദിവസം നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ലെറ്ററായിട്ട് എഴുതുന്നതാണ്. 31ാമത്തെ ചോദ്യം. ദ ബോയ് വാസ് ത്രിൽ ടു വാച്ച് ദ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് ദ മംഗൂസ്. ഇമാജിൻ ഹി ടെൽസ് ഹിസ് ഗ്രാൻഡ് ഫാദർ അബൌട്ട് ദ ഫൈറ്റ്. റൈറ്റ് ദ പോസിബിൾ കോൺവെർസേഷൻ. അപ്പോൾ ഇവിടെ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. ഫൈറ്റ് സീൻ കണ്ടതിന് ശേഷമാണ് ഈ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. 32ാമത്തെ ചോദ്യം. മിസ്റ്റർ ജോൺ റെക്കഗ്നൈസ് ദ നറേറ്റർ when he sees him on the ship but feels reluctant to go and speak to him. Imagine he writes his thoughts for the moment. Write the likely thoughts. അപ്പോൾ ഇവിടെ മിസ്റ്റർ ജോൺ എന്ന ക്യാരക്ടറിൻ്റെ ചിന്തകൾ, തോട്ട്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ അത് നമ്മൾ എഴുതുക. 33ാമത്തെ ചോദ്യം. സത്യജിത് റായ് മീറ്റ്സ് ദ മാനേജർ ഓഫ് ഭാരത് സർക്കസ് അറേഞ്ച് ഫോർ എ ട്രെയിൻഡ് ടൈഗർ ദാറ്റ് വാസ് റിക്വയർഡ് ഇൻ ഹിസ് മൂവി ഗുബി ഗൈൻ ഭാഗ ബൈൻ. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ എമംഗ് ദം. അപ്പോൾ സത്യജിത് റായും ഭാരത് സർക്കസിൻ്റെ മാനേജറും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. 34ാമത്തെ ചോദ്യം. ലിവിങ് എ ലൈഫ് ഓൺ ലോൺസ് വാസ് നോട്ട് ഈസി അക്കോർഡിംഗ് ടു ആൻഡ് ജെയിൻ ഇൻ ദ വൺ ആക്ട് പ്ലേ. നെവർ നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് പാരഗ്രാഫ് ഡിസ്കസിങ് ദ മാറ്റർ. അപ്പോൾ ലോൺ എടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ചോദ്യമാണ് ഇത്. 35ാമത്തെ ചോദ്യം. മാർത്ത ഈസ് awarded the scholarship jacket by the vice chancellor of the university. Prepare a news report that may appear in the newspaper the next day. അടുത്ത ദിവസം പേപ്പറിൽ വരുന്ന ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിച്ചതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഇവിടെ എഴുതേണ്ടത്. 36ാമത്തെ ചോദ്യം. പ്രിപ്പയർ എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് മിസ്റ്റർ ജോൺ ആസ് മെൻഷൻഡ് ഇൻ ദ സ്റ്റോറി. ഇവിടെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്റ്റർ ജോൺ എഴുതിയാൽ മതിയാകും. 37 മുതൽ 42 വരെയുള്ള ചോദ്യങ്ങൾ ഒരു ടേബിൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ടൈപ്പ് ചോദ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം 3 ഹോട്ടൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. നോർത്ത് സീ ഹോട്ടൽ, ഹവ ബീച്ച് ഹോട്ടൽ, സ്പെലക് ഹോട്ടൽ.
ഓരോ ഹോട്ടലിലുമുള്ള പ്രത്യേകതകളാണ് ലക്ഷൂറിയസ് കിങ് സൈസ്ഡ് റൂം, പ്രൈവറ്റ് ബാൽക്കണി ഫോർ ഫോറസ്റ്റ് വ്യൂ, ഫ്രീ ഷട്ടിൽ ഫ്രം എയർപോർട്ട് ആൻഡ് ടൗൺ, ₹3000 പെർ നൈറ്റ്. അങ്ങനെ ഓരോ ഹോട്ടലിൻ്റെയും പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വിച്ച് ഹോട്ടൽ ഈസ് ഇൻ എ വാക്കിംഗ് ഡിസ്റ്റൻസ് ടു ദ ടൗൺ? ടൗണിൻ്റെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നടന്നു പോകാൻ പറ്റുന്ന ദൂരം മാത്രം ടൗണിൽ നിന്നുള്ള ഹോട്ടൽ ഇതിൽ ഏതാണ്? അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഉത്തരം സ്പെലോക്ക് ഹോട്ടലാണ്. കാരണം അവിടെ എഴുതിയിട്ടുണ്ട് വാക്കിംഗ് ഡിസ്റ്റൻസ് ടു ടൗൺ എന്ന്. 38ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സിമിലാരിറ്റി ഇൻ നോർത്ത് സീ ഹോട്ടൽ ആൻഡ് ഹവ ബീച്ച് ഹോട്ടൽ? ഇത് രണ്ടും തമ്മിലുള്ള സിമിലാരിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ഹോട്ടലിലും ലക്ഷറിയസ് കിങ് സൈസ്ഡ് റൂം എന്നുള്ളതാണ് ഇവിടെയുള്ള രണ്ട് ഹോട്ടലിലുമുള്ള പൊതുവായ പ്രത്യേകത. 39ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫെയർ വൺ ഹാസ് ടു പേ ഫോർ എ നൈറ്റ് സ്റ്റേ അറ്റ് സ്പെലോക്ക് ഹോട്ടൽ? സ്പെലോക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നതിന് എത്ര പണമാണ് കൊടുക്കേണ്ടത്? അപ്പോൾ അതിൻ്റെ ആൻസറും നമുക്ക് ഒരു കള്ളിയിൽ നിന്ന് കിട്ടും, ₹2000 പെർ നൈറ്റ്. ഇനി 40ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഹോട്ടൽ ഈസ് സപ്പോസ് ടു ബി നിയർ ദ വുഡ്സ്? കാടിൻ്റെ അടുത്തുള്ള ഹോട്ടൽ ഇതിൽ ഏതാണ്? അപ്പോൾ നമുക്കറിയാം നോർത്ത് സീ ഹോട്ടലാണ് അതിൻ്റെ ശരിയായ ആൻസർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഓഫർ ടു ദ എയർപോർട്ട് ഗിവൺ ബൈ നോർത്ത് സീ ഹോട്ടൽ? നോർത്ത് സീ ഹോട്ടൽ നൽകുന്ന ഒരു ഓഫർ എന്താണ്? എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഫർ ഇവിടെ എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീ ഷട്ടിൽ ഫ്രം എയർപോർട്ടിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള യാത്രയാണ് ഇവിടെ ഈ ഹോട്ടൽ ഓഫർ ചെയ്യുന്ന ഒരു സൗകര്യം. 42ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് എ ടൂറിസ്റ്റ് സ്പോട്ട് മെൻഷൻഡ് ഇൻ ദി ടേബിൾ? ഈ ടേബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്ഥലം, ഒരു വിനോദസഞ്ചാര കേന്ദ്രം ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ മൗണ്ട് കിനാബലു എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ ആൻസർ. 43ാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ കോൺവെർസേഷനാണ്. വില്ലേജർ ആൻഡ് ഡോക്ടർ. വില്ലേജർ, യു ലുക്ക് സോ ടെറിഫൈഡ്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. യു ലുക്ക് സോ ടയേർഡ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് യു എന്നുള്ളതാണ്. ഡോക്ടർ, യെസ് ഐ ഹാഡ് ആൻ എൻകൗണ്ടർ വിത്ത് എ ഡെഡ്ലി സ്നേക്ക്. വില്ലേജർ ക്വസ്റ്റ്യൻ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസർ ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് ചേരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വാട്ട് ഡിഡ് യു ഡു ദെൻ എന്ന് കൊടുക്കാം. ഇഫ് ദ സ്നേക്ക് ഹാഡ് ബിറ്റൺ യു, ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഇവിടെ ഹാഡ് പ്ലസ് V3, അതായത് ടൈപ്പ് 3 ഇഫ് ക്ലോസ് ആണ്. അപ്പം മെയിൻ ക്ലോസിൻ്റെ ഭാഗം നമ്മളിവിടെ എഴുതണം. വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് യു വുഡ് ഹാവ് ഡൈഡ് എന്ന് തന്നെ ഉപയോഗിക്കാം. ഡോക്ടർ, യെസ് ഐ വുഡ് ഹാവ് ഡൈഡ്. ഇനി അടുത്തത് നോക്കുക. അവിടെ വില്ലേജർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ഡി. അതിൻ്റെ ആൻസർ പറയുന്നത് നോ ഐ ഡിഡ്ന്റ് കിൽ ദ സ്നേക്ക്. അപ്പോൾ ഇവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡീൻ്റെ ആൻസറായിട്ട് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. ഡിഡ് യു കിൽ ദ സ്നേക്ക് എന്നുള്ളതാണ് ഇവിടെ ശരിയായ സെൻറ്റൻസ്. യു ഹാഡ് ബെറ്റർ ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. അപ്പോൾ യു ഹാഡ് ബെറ്റർ ടേക്ക് കെയർ എന്ന് നമുക്കിവിടെ ചേർക്കാം. ഐ ടു ഫീൽ ദ സെയിം. നോബഡി ഷുഡ് ഹാവ് സച്ച് ആൻ എക്സ്പീരിയൻസ് എവർ. ട്രൂ ഇൻഡീഡ്. ദ മോർ ഐ തിങ്ക് ഓഫ് ഇറ്റ് അപ്പോൾ ഇവിടെ ദ മോർ കൺസ്ട്രക്ഷൻ ആണ്. ദ മോർ ഐ തിങ്ക് ഓഫ് ഇറ്റ് ദ മോർ ഐ ഫീൽ ഫ്രൈറ്റൻഡ്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് എഴുതാവുന്നതാണ്. ദ മോർ എന്നുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 44ാമത്തെ ചോദ്യം, റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ് ഉപയോഗിച്ച് എഴുതാനാണ് ഇവിടെ വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കുകൾക്ക് പകരം ഫ്രേസൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. വാങ്ക വോർ ഹിസ് ക്യാപ്. വോർ എന്നുള്ളത് ധരിക്കുക എന്നർത്ഥം വരുന്നത് പുട്ട് ഓൺ ആണ്. അപ്പം 44A പുട്ട് ഓൺ ദ വേ ഹി മീറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. മെറ്റ് ആ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് കെയിം അക്രോസ് എന്നാണ്. കെയിം അക്രോസ് എ മാൻ at the butcher's shop. Wanga asked him about the way to the city. The man doubted whether Wanga would succeed. ഇപ്പോൾ സക്സീഡ് എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഇവിടെ മേക്ക് ഇറ്റ് എന്നാണ്. മേക്ക് ഇറ്റ് ടു റീച്ച്. അപ്പോൾ മേക്ക് ഇറ്റ് എന്ന് തന്നെ ഉപയോഗിക്കുക, കാരണം വുഡിന് ശേഷം V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പം വാങ്ക വുഡ് മേക്ക് ഇറ്റ് ടു റീച്ച് ദ സിറ്റി സിൻസ് സ്നോഫോൾ വാസ് ഹെവി. ദ മാൻ ആസ്ക്ഡ് വാങ്ക ടു പോസ്റ്റ്പോൺ ഹിസ് ജേർണി. പോസ്റ്റ്പോൺ എന്ന അർത്ഥം വരുന്നത് പുട്ട് ഓഫ് എന്ന് നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. അടുത്തത് 45ാമത്തെ ചോദ്യം, എഡിറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അതിലെ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ തോററ്റ്സ് മെൻ ഹാഡ് ഫിക്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാവ് ഹാഡ് ഇതിന് ശേഷം V3 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഹാഡ് ഫിക്സ്ഡ്
FIXED എന്ന് ചേർക്കണം. A 5-foot iron rod to the ground about 30 feet from the area whom എന്നുള്ളത് ഒരു വ്യക്തിയെ കാണിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പോൾ ഇവിടെ ലൊക്കേഷനെ കാണിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് വേണ്ടത്. അപ്പോൾ where എന്നാണ് ചേർക്കേണ്ടത്. Where the tiger was supposed to take a walk, they took a thin long wire and fixed one end to the collar. Made, ഇവിടെ MAID അല്ല വേണ്ടത്, മെയ്ഡ് ഉണ്ടാക്കി എന്നർത്ഥം വരുന്ന MADE എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. Made of tiger skin that the tiger was already wearing. The other end ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമ്മൾ ഒരു സെൻറ്റൻസ് തീരുന്നിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇടണം. അടുത്ത വാക്ക് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലും എഴുതണം. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് T ക്യാപിറ്റൽ ലെറ്റർ. ദി അതർ എൻഡ് വെയർ, അതർ എൻഡ് എന്നുള്ളത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് ഇവിടെ ശരിയല്ല. അതർ എൻഡ് സിംഗുലർ ആണ്, വെയർ പ്ലൂറൽ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ ആയിട്ടുള്ള വെർബ് തന്നെ ഉപയോഗിക്കണം. ദി അതർ എൻഡ് വാസ് എന്ന് ഉപയോഗിക്കുക. വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദി അയൺ റോഡ്. അപ്പോൾ A ഫിക്സ്ഡ്, B വെയർ, C മെയ്ഡ്, D ഫുൾ സ്റ്റോപ്പ്, T ക്യാപിറ്റൽ ലെറ്റർ, E വാസ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഡിറ്റിങ്ങിൽ നമ്മൾ എഴുതേണ്ടത്.